ഇന്ന് ഞാനിരിക്കുന്ന വീട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ കണ്ണന്റെ വീട്ടിൽ വന്നതാണെന്നല്ലേ. ഇത് വിഷുവിന്റെ അന്നെടുത്ത വീഡിയോ ആണ്. ഞങ്ങൾക്ക് വിഷു കണി ഒന്നും ഒരുക്കാൻ പറ്റാത്തതുകൊണ്ട് എന്നാ പിന്നെ നേരെ കണ്ണന്റെ അടുത്തോട്ട് പോവാന്ന് വിചാരിച്ചു. കണി കാണാനല്ല ഏട്ടാ, ഞങ്ങള് കണ്ണനൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പറയാതാണ് വന്നതേ. ഇനി കുറച്ച് പേർക്കൂടെ ഒരു മറുപടി പറയാം. എന്താണ് വെക്കേഷൻ ആയിട്ടും കണ്ണന്റെ വീട്ടിൽ പോയി നിൽക്കാത്തെന്ന് ഒരുപാട് പേര് ചോദിച്ചു. ദേണ്ട കണ്ടില്ലേ കിണറിന്റെ അവസ്ഥ, ഒരു തുള്ളി വെള്ളം എടുക്കാനില്ല. എനിക്ക് വയ്യ ചുമട്ട് വെള്ളം കോരാൻ. കുളിക്കാൻ പോയിട്ട് കുടിക്കാൻ പോലും അവിടെ ഒരു തുള്ളി വെള്ളമില്ല. ഞാൻ എങ്ങനെയാണ് ഈ പിള്ളേരെ കൊണ്ട് അവിടെ പോയി നിൽക്കാനാണ് നിങ്ങൾ പറയുന്നത്? എന്റെ ദൈവമേ, ഞാൻ പൊന്നുപോലെ കാത്തു സൂക്ഷിച്ചു വെച്ചത് എന്റെ ഗ്യാസ് സ്റ്റവ് ഇരിക്കുന്ന ഇരിപ്പ് കണ്ടോ അവിടെ. കണ്ണം മാത്രമായതുകൊണ്ട് 2 ബക്കറ്റ് വെള്ളം ഓടിച്ചെന്ന് അപ്പുറത്തെ വീട്ടിൽ നിന്ന് എടുക്കൂട്ടോ. ഇൻഡക്ഷൻ കുക്കർ കണ്ണം നേണ്ട സർജറി ഒക്കെ ചെയ്ത് കെട്ടിപ്പൂട്ടി വെച്ചിട്ടുണ്ട്. ദൈവമേ, ഇതിലെങ്ങാനും തൊട്ടാ ഞാനിവിടെ ഷോക്ക് അടിച്ച് കരിഞ്ഞു പൊരിഞ്ഞിരിക്കുമെന്തോ. കത്തി ജോലിച്ച് നിൽക്കുന്ന സൂര്യന്റെ മൂട്ടി പോയിരുന്ന നല്ല ചൂട് കട്ടൻ ചായ കുടിച്ച് എങ്ങനെ ഇരിക്കും? ദേണ്ട ഇങ്ങനെ ഇരിക്കും കേട്ടോ. അമ്മയ്ക്ക് കൊടുത്ത വെജ് പപ്സ് ആദ്യമേ മുണങ്ങിട്ട് വീഡിയോ എടുക്കുന്നുണ്ടപ്പോ പറയാണ് അമ്മയ്ക്ക് കൊടുത്തില്ലാന്ന്. ഈ തിന്നിട്ട് എല്ലിന്റെ ഇടയ്ക്ക് കയറുമെന്ന് പറയില്ല. ദേണ്ട അതാണ് ഇപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത്. തെറ്റടി വെച്ച് വെറുതെ ഒന്ന് അടിച്ചു നോക്കിയായിരുന്നു. ഇപ്പൊ ഞാനും കൂടെ പോയാനെ. വൈകുന്നേരം 5 മണിയായപ്പോ ഞങ്ങൾ അവിടെ തൊട്ടടുത്തുള്ള അമ്പലത്തിലേക്ക് പോയി. കൊട്ടാര അമ്പലം. അവിടെ ഇന്ന് ഉത്സവമാണ്. കണ്ണന്റെ വീട്ടിൽ വരുമ്പോൾ അറിയിക്കണേന്ന് 1-2 പേര് പറഞ്ഞിരുന്നു. സത്യമായിട്ട് എന്റെ കയ്യിൽ നിന്ന് നിങ്ങളുടെ നമ്പർ പോയോണ്ടാണ് അറിയിക്കാൻ പറ്റായിരുന്നത്. അതുകൊണ്ടാണ് ഞാനിപ്പോ ഈ വീഡിയോയിൽ ഇത് പറയുന്നത് കേട്ടോ. അങ്ങനെ കൊട്ടാര അമ്പലത്തിൽ പോയി അവിടുത്തെ അപ്പൂപ്പനെല്ലാം മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിച്ച ശേഷം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഒരു ചായ കുടിക്കാനായിട്ട്. ചായക്കടയിൽ ചെന്നപ്പോ ചായ കുടിക്കാൻ ചായക്കടയിലേ പോകാൻ പറ്റുള്ളൂ അല്ലേ. അവിടെ ചെന്നപ്പോ ചായ അടിക്കുന്ന ആളിന്, ചായ കടിക്കുന്ന ആളിനല്ല, ചായ അടിക്കുന്ന ആളിന് കണ്ണന്റെ ഒരു ചായ നോക്കിയപ്പോ അത് കണ്ണൻ തന്നെയാണ് കേട്ടോ. ഞാനിപ്പോ പറഞ്ഞു കണ്ണൻ ദേവൻ ചായ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നിക്കാണല്ലേ. ഇത് കണ്ണനടിച്ച ചായയാണ്, കണ്ണന്റെ ചായ. ദൈവമേ, ഞാനിത് എന്ത് പുണ്ണാക്കാണെന്ന് പറഞ്ഞു. എന്തായാലും കണ്ണൻ ഒരു ഗ്ലാസ് ചായ അടിച്ചു തന്നിട്ടുണ്ട്. ഞാൻ അവിടെ ഒന്ന് മാക്കം കുടിച്ചു, അത്രേ ഉള്ളൂ. പണ്ട് ഇതുപോലൊരു ചായക്കട ഞാനും കണ്ണനും കൂടി ഇട്ടിരുന്നു. പക്ഷെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ സംഭവം പൂട്ടിപ്പോയി, കാരണം ലോക്ക്ഡൌൺ വന്നു. അങ്ങനെ ആ വഴിക്കും പോയി കിട്ടി 1 ലക്ഷം രൂപ. കണ്ണനെ വല്ലപ്പോഴല്ലേ പിള്ളേർ കാണുന്നത്, അതുകൊണ്ട് നന്നായിട്ട് പിള്ളേർ രണ്ടും കൂടെ ഇന്ന് ഊറ്റി എടുത്തിട്ടുണ്ടേ. പിള്ളേര് ടോയ്സ് കടയിലും ഐസ്ക്രീം കടയിലൊക്കെ കയറി ഇറങ്ങിയപ്പോൾ ഞാനെന്ന് പറഞ്ഞില്ലേ രാമനാരായണെന്ന് പറഞ്ഞ് ഞാൻ വണ്ടി കയറി ഇരിപ്പുണ്ട് കേട്ടാ.